ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ദർസിൻ്റെ തുടർച്ചയായി ഇമാം അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, വനുഅ്മിനു ബിൽ മലായികത്തി വൻ നബിയ്യീൻ വൽ കുതുബിൽ മുനസ്സലത്തി അലൽ മുർസലീൻ വനഷ്ഹദു അന്നഹും കാനൂ അലൽ ഹഖ്ഖിൽ മുബീൻ. വനുഅ്മിനു ബിൽ മലായികത്തി വൻ നബിയ്യീൻ, നാം വിശ്വസിക്കുന്നു ബിൽ മലായികത്തി വൻ നബിയ്യീൻ, പ്രവാചകന്മാരിലും മലായികത്തുകളിലും, വൽ കുതുബിൽ മുനസ്സലത്തി അലൽ മുർസലീൻ, മുർസലീങ്ങൾക്ക് അല്ലാഹു ഇറക്കിക്കൊടുത്ത ഗ്രന്ഥങ്ങളിലും നാം വിശ്വസിക്കുന്നു. വനഷ്ഹദു, നാം സാക്ഷ്യം വഹിക്കുന്നു, അന്നഹും, ആ പ്രവാചകന്മാർ, കാനു അലൽ ഹഖ്ഖിൽ മുബീൻ, വ്യക്തമായ സത്യത്തിലായിരുന്നു നിലകൊണ്ടിരുന്നത് എന്നതിന് നാം സാക്ഷിയാകുന്നു എന്നാണ് ഇമാം അവറുകൾ ഈ ചുരുങ്ങിയ വാചകങ്ങളിലൂടെ പറയുന്നത്. ഇസ്ലാം ദീനിൻ്റെ അടിത്തറയാണ് ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും. ഭാഷാപരമായി നോക്കിയാൽ അറബി ഭാഷയിൽ അൽ മഅരിഫ വ തസ്ദീഖ് എന്നാണ് ഈമാൻ എന്ന വാക്കിനർത്ഥം. സാങ്കേതികപരമായി അറിവോ സത്യപ്പെടുത്തലോ മാത്രം മതിയാവുകയില്ല ഒരാൾ മുഅ്മിനായി മാറണമെങ്കിൽ. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഈമാനിൻ്റെ നിർവചനമായി പറയുകയുണ്ടായത് ഇഅ്തിഖാദും ബിൽ ഖൽബ് വനുത്ഖും ബിൽ ലിസാൻ വഅമലും ബിൽ ജവാരിഹ് എന്നാണ്. മനസ്സുകൊണ്ടുള്ള ഉറച്ച വിശ്വാസം, നാവുകൊണ്ടുള്ള പ്രഖ്യാപനം, മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനം, ഇത് മൂന്നും കൂടിച്ചേരുമ്പോഴാണ് ശർഈയായി സാങ്കേതികപരമായി ഒരാൾ മുഅ്മിനായി മാറുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യവാനാണെന്നറിയുമായിരുന്ന, അള്ളാഹു ഹക്കാണ് എന്ന് മനസ്സിലാക്കിയിരുന്ന അബൂ താലിബ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ മുഅ്മിനോ മുസ്ലിമോ ആയിട്ടില്ല. അറബികൾ ഒരുപാട് ആളുകൾക്ക് അള്ളാഹു ഏകനാണെന്നറിയാമായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യപ്രവാചകനാണെന്ന് അറിയാമായിരുന്നു. പക്ഷേ അവർ മുഅ്മിനീങ്ങളായി അവരെ ഗണിക്കാൻ സാധ്യമല്ല. കാരണം അവരത് നാവുകൊണ്ട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ശരീരം കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അമലുകളും ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഈമാൻ എന്ന് പറയുന്നത് പ്രവൃത്തിയും വാക്കും വിശ്വാസവും കൂടി ഉൾക്കൊള്ളുന്ന സംഗതിയാണ് സാങ്കേതികപരമായി പരിഗണിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നയുടെ അടുത്ത് ഈമാൻ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ തസീദു ബിത് തആത്ത് വതൻഖുസു ബിൽ മഅസിയ, സൽക്കർമ്മങ്ങൾ മുഖേന ഈമാൻ വർദ്ധിക്കുകയും പാപങ്ങൾ ചെയ്താൽ ഈമാൻ കുറയുകയും ചെയ്യും. അഹ്ലുസുന്നയിൽ നിന്ന് വ്യതിചലിച്ചു പോയ അവാന്തര വിഭാഗങ്ങളൊക്കെ ഇതിൽ തർക്കിക്കുന്നവരാണ്. രണ്ട് വിഭാഗങ്ങളാണ് കാര്യമായി അതിൽ നിന്ന് തെറ്റിപ്പോയിട്ടുള്ളത്. ഒന്ന് ഖവാരിജുകൾ, അവരുടെ അടുക്കൽ ഈമാൻ കൂടുകയോ കുറയുകയില്ല. ഒന്നുകിൽ ഒരാൾ മുഅ്മിനായിരിക്കും, അതിൽ നിന്ന് തെറ്റിയാൽ പിന്നീട് അവൻ വൻപാപങ്ങൾ ചെയ്താൽ ഈമാൻ കുറയുകയല്ല, അവൻ ഈമാനിൽ നിന്ന് പുറത്തുപോയി കാഫിറായി മാറും. അതാണ് ഖവാരിജുകളുടെ വിശ്വാസം. മറ്റൊരു വിഭാഗമുണ്ട് മുർജിയാക്കൾ. അവർ പറയുന്നത് ഈമാൻ കൂടുകയോ കുറയുകയോ ചെയ്യുകയില്ല, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക വഴി ഈമാൻ കൂടുകയോ പാപങ്ങൾ ചെയ്യുക വഴി ഈമാൻ കുറയുകയോ ചെയ്യുകയില്ല. മറിച്ച് ഈമാൻ എന്ന് പറയുന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈമാനും അബൂബക്കർ സിദ്ദീഖിൻ്റെ ഈമാനും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സാധാരണ മുഅ്മിനീങ്ങളുടെ ഈമാനും പാപങ്ങൾ ചെയ്യുന്ന, കള്ളു കുടിക്കുകയും മറ്റു പാപങ്ങളൊക്കെ ചെയ്യുന്ന മുഅ്മിനീങ്ങളുടെയും ഈമാൻ തുല്യമാണ് എന്നാണ് മുർജിയാക്കളുടെ വിശ്വാസം. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും എന്നതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. അതാണ് വിശുദ്ധ ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഈമാനിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായത് അൽ ഈമാനു ബിദുഉൻ വസിത്തൂന ശുഅബ. മറ്റു ചില ഹദീസുകളിൽ ബിദുഉൻ വസബഊന ശുഅബ, ഈമാനിന് 70 ചില്ലാനം അല്ലെങ്കിൽ 60 ചില്ലാനം ശാഖകളുണ്ട്. അയലാഹ കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൻ്റെ ഏറ്റവും ഉയർന്ന ശാഖ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൻ്റെ വചനമാകുന്നു. വ അദ്നാഹ, അതിലെ ഏറ്റവും താഴെയുള്ളത് ഇമാത്തത്തുൽ അദാ അനി തരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കുന്നതാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. ഇതിൽ നിന്നും ഈമാനിന് അടിസ്ഥാനപരമായ ഘടകങ്ങളുണ്ടെന്നും ഈമാനിന് ശാഖാപരമായ ഘടകങ്ങളുണ്ടെന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇമാം ബുഖാരിയും മറ്റുമൊക്കെ ഉദ്ധരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും ഇഹ്സാനുമൊക്കെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മനുഷ്യ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി നൽകുകയും ചെയ്യുന്ന ഹദീസിൽ നമ്മൾക്ക് വായിക്കാൻ പറ്റും. ഇസ്ലാം കാര്യങ്ങൾ 5ആണ്, ഈമാൻ കാര്യങ്ങൾ 6ആണ്. ഇഹ്സാൻ എന്ന് പറയുന്നത് അള്ളാഹുവിനെ നമ്മൾ കാണുന്ന രൂപത്തിൽ ഇബാദത്ത് ചെയ്യലാണ് എന്നിത്യാദി കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വിശദീകരിക്കുന്നുണ്ട്. പലപ്പോഴും പല ആളുകളും സംശയം ഉയർത്തുന്ന കാര്യമാണ് ഈമാൻ കാര്യങ്ങൾ 5ആണോ 6ആണോ
അതല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുണ്ടോ എന്നിത്യാദി കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ അത് വന്നിട്ടുണ്ട്, സഹിയായ ഹദീസുകളിലും അത് വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികത്തി വൽ കിതാബി വൻ നബിയ്യീൻ എന്ന് തുടങ്ങിയ സൂറത്ത് അൽ ബഖറയിലെ 177-ാമത്തെ ആയത്തിൽ വിശദമായി തന്നെ ഈമാൻ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ അൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികത്തിഹി വ കുതുബിഹി വ റസുലിഹി എന്ന് തുടങ്ങുന്ന ആയത്തിലും ഈമാൻ കാര്യങ്ങൾ വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. അവയിൽ 2ലും ഖലാ ഖദറിനെ സംബന്ധിച്ചുള്ള പരാമർശമില്ല. എന്നാൽ വിശുദ്ധ ഖുർആനിൽ ഇന്നാ കുല്ല ഷൈഇൻ ഖലഖനാഹു ബിഖദർ, എല്ലാ കാര്യങ്ങളെയും ഞാൻ വ്യക്തമായ ഖദറോടുകൂടിയാകുന്നു പടച്ചിരിക്കുന്നത് എന്ന അള്ളാഹുവിൻ്റെ വചനത്തിൽ നിന്നും ഖലാ ഖദറും നമ്മൾക്ക് വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ചതായി കാണാൻ പറ്റും. ഏതൊക്കെയാണ് ഈമാൻ കാര്യങ്ങൾ എന്നതാണ് ഇമാം അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലുസുന്നയുടെ രീതി അനുസരിച്ച് ഈ വാചകങ്ങളിലൂടെ വിശദീകരിച്ചിട്ടുള്ളത്. അഹ്ലുസുന്നയിൽ നിന്ന് വ്യതിചലിച്ചു പോയ കക്ഷികളൊക്കെ ഈമാൻ കാര്യങ്ങളെ സംബന്ധിച്ച് ഈ രൂപത്തിലല്ല ചർച്ച ചെയ്യാറുള്ളത്. വിശുദ്ധ ഖുർആനിലും ഹദീസിലും വന്നതിനെ മാറ്റി നിർത്തി അവരവരുടെ ചിന്തയുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിലാണ് അവർ ഈമാനിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാറുള്ളതും അവരുടെ ഗ്രന്ഥങ്ങൾ രചിക്കാറുമുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി അഹ്ലുസുന്ന പറയുന്നത് വനുഅ്മിനു ബിൽ മലായികത്തി വൻ നബിയ്യീൻ, ഒന്നാമതായി അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അതിനെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ ഒരുപാട് ദർസുകളിൽ നമ്മൾ പഠിക്കുകയുണ്ടായത്. അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും സംരക്ഷകനും സംഹാരകനും പരിപാലകനും അള്ളാഹു മാത്രമാണ് എന്ന ഉറച്ച വിശ്വാസം. അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും സംരക്ഷകനും എന്നത് 4 രൂപത്തിലൂടെ പണ്ഡിതന്മാർ വിവരിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഒന്നാമതായി പ്രകൃതിപരമായ മനുഷ്യൻ്റെ തേട്ടം, അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എന്നത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, മുഴുവൻ മനുഷ്യന്മാരും ജനിച്ചു വീഴുന്നത് ആ സൃഷ്ടാവിനെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രകൃതത്തോടു കൂടിയാണ്. അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായി ബുദ്ധിപരമായ തെളിവ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, അവർ സൃഷ്ടിക്കപ്പെട്ടതാണോ അതല്ല അവർ സൃഷ്ടാക്കലാണോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. പ്രാഥമികമായ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അറിയാൻ പറ്റുന്നതാണ്, ഏതൊരു കാര്യവും ഉണ്ടാകണമെങ്കിൽ അതിനെ ഉണ്ടാക്കുന്ന സൃഷ്ടിക്കുന്ന പടക്കുന്ന മറ്റൊരു ശക്തി ഉണ്ടായിരിക്കണമെന്നത്. അപ്പോൾ വിശാലമായ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്യാൻ ഒരു സൃഷ്ടാവ് ഉണ്ടായിരിക്കണമെന്നത് ബുദ്ധിപരമായ തേട്ടമാണ്. അതേപോലെ തന്നെ ദലാലത്തു ശർഅ്, മുഴുവൻ മതഗ്രന്ഥങ്ങളും അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എന്ന് വ്യക്തമായി തന്നെ പ്രഖ്യാപിക്കുകയും വിശദീകരിക്കുകയും ചെയ്തതാണ്. നാലാമത്തേത് ദലാലത്തുൽ ഹിസ്, മനുഷ്യൻ്റെ അനുഭവം, ഈ പ്രപഞ്ചത്തിലൊരു സൃഷ്ടാവുണ്ട് എന്നതിനുള്ള അനുഭവം മതഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിയാലും മനുഷ്യന്മാർക്കിടയിൽ പ്രചാരത്തിലുള്ള സംഭവങ്ങൾ പരിശോധിച്ച് നോക്കിയാലും അറിയാൻ പറ്റുന്നതാണ്. അള്ളാഹു കാലാകാലങ്ങളിലായി ഭൂമിയിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചതായും പ്രവാചകന്മാരെ നിഷേധിച്ച പല സമൂഹങ്ങളെയും അള്ളാഹു നശിപ്പിച്ചതായി ഓരോ സമൂഹത്തിലും ചരിത്ര സംഭവങ്ങളുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലുണ്ടായ പ്രളയം, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തുണ്ടായ ഫിറഔനിൻ്റെ മുങ്ങിച്ചാവൽ തുടങ്ങി മുഴുവൻ ജനവിഭാഗങ്ങളും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന അനുഭവേദ്യമായ യാഥാർത്ഥ്യങ്ങൾ, അതേപോലെ തന്നെ ഓരോ മനുഷ്യരും പ്രത്യേകമായി തിരിച്ചറിയുന്ന അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ ഉത്തരം നൽകുന്ന ഒരുപാട് അനുഭവ സംഭവങ്ങൾ ഓരോരുത്തർക്കും നേർക്കുനേരെ അനുഭവം ഉണ്ടായിരിക്കാം. അതല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടും മനുഷ്യന്മാർക്കിടയിൽ വ്യാപകമായി പ്രചാരത്തിലുള്ളതാണ്. ഈ 4 കാര്യങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ ആസ്തിത്വത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലുള്ള കൃത്യമായ വിശ്വാസം അത് ശരിയായിരിക്കണം ആദ്യമായി. അതാണ് ഈമാനിൻ്റെ അടിത്തറ. അള്ളാഹുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അൽ ഈമാനു ബിർ റുബൂബിയ്യ, അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എന്ന് വിശ്വസിച്ചിരിക്കണം. രണ്ടാമത്തേത് അൽ ഈമാനു ബിൽ ഉലൂഹിയ, അള്ളാഹുവാണ് ആരാധനക്കർഹൻ എന്ന് വിശ്വസിച്ചിരിക്കണം. മൂന്നാമതായി അൽ ഈമാനു ബി തൗഹീദില്ലാഹി ഫിൽ അസ്മായി വസിഫാത്ത്, അള്ളാഹുവിനെപ്പോലെ നാമങ്ങളോ വിശേഷണങ്ങളോ ഉള്ള ഒരു മഖ്ലൂക്കുമില്ല എന്ന വിശ്വാസം. ഈ 3 കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളുമ്പോഴാണ് പരിപൂർണമായി ഒരാൾക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുവാൻ പറ്റുക എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുകയാണ്. അള്ളാഹുവിലുള്ള വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ കർമ്മങ്ങൾക്ക് പ്രചോദിതനാക്കി തീർക്കുന്നതും അതുവഴി അവന് സ്വർഗം നേടാൻ സഹായിക്കുകയും ചെയ്യുന്നത് എന്നത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യമാണ് ഇമാം അബൂ ജഅഫർ തഹാവി ഇവിടെ പറഞ്ഞ് ആരംഭിക്കുന്നത്. വനുഅ്മിനു ബിൽ മലായിക, നാം അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളിൽ വിശ്വസിക്കുന്നു. മലായിക്കത്തുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പ്രകാശം കൊണ്ട് പടച്ച പ്രത്യേകതരം സൃഷ്ടികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പറഞ്ഞതുപോലെ
വഖുലിഖത്തുൽ മലായികത്തു മിൻ നൂർ, മലായിക്കത്തുകളെ പടച്ചിട്ടുള്ളത് പ്രകാശം കൊണ്ടാണ്. മലായിക്കത്തുകളല്ലാത്ത ജിന്നുകളെ പടച്ചിട്ടുള്ളത് ഖുർആനിൽ പറഞ്ഞതുപോലെ മിൻ നാരിജിം മിൻ നാർ, തീയുടെ ജ്വാലയിൽ നിന്നാണ് എന്ന് വിശുദ്ധ വിശേഷിച്ചിട്ടുണ്ട്. മനുഷ്യന്മാരെ സൃഷ്ടിച്ചിട്ടുള്ളത് മിൻ സൽസാലിം മിൻ ഹമഇം മസ്നൂൻ, മുട്ടിയാൽ ശബ്ദമുണ്ടാക്കുന്ന കളിമണ്ണിലിൻ്റെ സത്തയിൽ നിന്നാണ് മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട പ്രത്യേകതരം സൃഷ്ടികൾ മലായിക്കത്തുകൾ എന്ന പേരിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ഒന്നാമതായി അവരുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത് അതാണ്. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുവാനോ അറിയുവാനോ ബന്ധപ്പെടാനോ സാധിക്കാത്ത പ്രത്യേകതരം ലോകത്തിലാണ് അവരുള്ളത്. അവരെല്ലാവരും അള്ളാഹുവിൻ്റെ പടപ്പുകളാണ്. അവർക്കൊന്നും ദിവ്യത്വത്തിൻ്റെ യാതൊരു അംശവുമില്ല എന്ന വിശ്വാസമുണ്ടായിരിക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് യാതൊരു തരത്തിലും എതിര് പ്രവർത്തിക്കാത്ത ഇബാദും മുക്രമൂൻ, മാന്യന്മാരായ ദാസന്മാരാകുന്നു എന്നാണ് അവരെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത്. വലഹു മൻ ഫിസ് സമാവാതി വൽ അർളി വമൻ ഇൻദഹു ലാ യസ്തക്ബിറൂന അൻ ഇബാദത്തി വലാ യസ്തഹ്സിറൂൻ. അള്ളാഹുവിനുള്ള ഇബാദത്തിൽ മുഴുകുന്ന അവർ ക്ഷീണിക്കുകയോ തളരുകയോ ചെയ്യാറില്ല. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അവർ ധിക്കാരം പ്രവർത്തിക്കാറുമില്ല. യുസബ്ബിഹൂനൽ ലൈല വന്നഹാർ, രാപ്പകൽ വ്യത്യാസമില്ലാതെ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നവരാണ് മലായിക്കത്തുകൾ. അവർക്കിടയിൽ സ്ത്രീകളില്ല. ജാഹിലിയ കാലത്തെ അറബികളും ഇന്ത്യയിലെ ആളുകളുമൊക്കെ വിശ്വസിച്ചിരുന്ന രൂപത്തിൽ മലായിക്കത്തുകൾ, ഗോഡസസ്, ദേവതകൾ എന്നൊരു വിഭാഗം അവരിലില്ല. അതൊക്കെ മനുഷ്യന്മാരുടെ സങ്കല്പങ്ങളും സൃഷ്ടികളുമാണ് എന്നൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മലക്കുകളിലുള്ള വിശ്വാസം പരിപൂർണമാവണമെങ്കിൽ 4 കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമതായി മലക്കുകളുടെ സാന്നിധ്യത്തിൽ വിശ്വസിക്കുക. അള്ളാഹുവിന് പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട പ്രത്യേകതരം സൃഷ്ടികളുണ്ട്. രണ്ടാമത് മലായിക്കത്തുകളുടെ പേരുകളായി വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുള്ള പേരുകളിൽ വിശ്വസിക്കുക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേര് ഖുർആനിൽ വന്നിട്ടുണ്ട്, മീകായിലിൻ്റെ പേര് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പേര് പറയപ്പെട്ട മലായിക്കത്തുകളിൽ വിശ്വസിക്കുക. അവരുടെ വിശേഷണങ്ങളായി വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുക. ഉദാഹരണത്തിന് ജാഇലിൽ മലായിക്കത്തി റുസുലൻ ഉലി അജ്നിഹത്തിൻ മസ്ന വ സുലാസ വ റുബ, അള്ളാഹു മലായിക്കത്തുകളെ നിയോഗിക്കുന്നവനാണ്. ചിറകുകളുള്ള മലായിക്കത്തുകൾ മസ്ന വ സുലാസ വ റുബ, 1, 2, 3, 4 ഒക്കെ ചിറകുകളുള്ള മലായിക്കത്തുകൾ എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. അതേപോലെ ഹദീസുകളിൽ അവരുടെ പ്രത്യേകതയായി വന്നിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവിടുന്ന് കാണുകയുണ്ടായത് ലഹു 600 ജനാഹ് വഖദ് സദ്ദൽ ഉഫുഖ്, അദ്ദേഹത്തിന് 600-ലേറെ ചിറകുകളുണ്ട്. അതിനെ ഒരു ചിറക് കൊണ്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചക്രവാളങ്ങൾ അടച്ചു വച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. ആ കാര്യങ്ങൾ വിശ്വസിക്കുക. അതേപോലെ തന്നെ മലക്കുകളുടേതായി വിശുദ്ധ ഖുർആനിലും ഹദീസിലും പരിചയപ്പെടുത്തിയിട്ടുള്ള അവരുടെ ദൗത്യം അതിനെ സംബന്ധിച്ച് വിശ്വസിക്കുക. ഉദാഹരണത്തിന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹ്യ് ഇറക്കുന്ന മലക്കാണ്. അതേപോലെ മീകായിൽ മഴയും അതേപോലെ ചെടികളുടെയൊക്കെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറെന്ന കാഹളത്തിൽ ഊതുന്ന കാര്യം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കാണ്. മലക്കുൽ മൗത്ത് ആത്മാക്കളെ പിടിക്കുന്ന മലക്കാണ്. അതേപോലെ മനുഷ്യന്മാരെ സംരക്ഷിക്കുന്ന മലക്കുകളുണ്ട്. വയുർസിലു അലൈക്കും ഹഫള, മനുഷ്യന്മാർ ഏതെങ്കിലും അപകടത്തിൽ ചാടുന്നതിനെ സംരക്ഷിക്കുകയും അവർക്ക് സ്ഥൈര്യം നൽകുകയും ചെയ്യുന്ന മലക്കുകളുണ്ട്. അങ്ങനെ മലക്കുകളുടെ ജോലിയായി ഖുർആനിലും ഹദീസിലും പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും അത് പറഞ്ഞ രൂപത്തിൽ വിശ്വസിക്കുക. മലക്കുകളിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അവരെ ആദരിക്കുകയും അവരെ സ്നേഹിക്കുകയും അവരെ ഇഷ്ടപ്പെടുകയും ചെയ്യുക എന്നത്. അതിന് പ്രത്യേകം നമ്മൾ ഒരുങ്ങി പുറപ്പെടേണ്ട കാര്യമില്ല. മറിച്ച് മലായിക്കത്തുകൾക്ക് വെറുപ്പുള്ള കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഇന്നൽ മലായിക തതഅദ്ദ മിമ്മ യതഅദ്ദ മിൻഹു ബനു ആദം, മനുഷ്യന്മാർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും മലായിക്കത്തുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സൂമ്, ഉള്ളി, വെളുത്തുള്ളി പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്ന ആളുകൾ വേവിച്ച് ഭക്ഷിക്കട്ടെ, അതിൻ്റെ ദുർഗന്ധം അവസാനിച്ചതിന് ശേഷം മാത്രം പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മളുടെ വീടുകളിലും ഇത്തരത്തിലുള്ള ദുർഗന്ധങ്ങളും മറ്റുമൊക്കെ വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുകയും അത്തരം കാര്യങ്ങൾ വൃത്തിയാക്കുകയും ചെയ്യുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചില സഹായിമാർ ചോദിക്കുകയുണ്ടായി, ഞങ്ങൾ വീടുകളിൽ തനിച്ചാകുമ്പോൾ ഞങ്ങളുടെ വസ്ത്രങ്ങൾ ഞങ്ങൾക്ക് നീക്കി ഇരിക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന മഅക്കും മൻ ലാ യുഫാരിഖക്കും, നിങ്ങളുടെ കൂടെ ഒരു സമയത്തും വിട്ടുപോവാത്ത
ചില അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുണ്ട്, അവരിൽ നിന്ന് നിങ്ങൾ ലജ്ജ പാലിക്കുക എന്ന് വിശ്വാസമാത്രത്തിന് പറയുകയുണ്ടായി. നമ്മളുടെ പ്രവൃത്തികളും വാക്കുകളും രേഖപ്പെടുത്തുന്ന മലായിക്കത്തുകളുണ്ട്, ഹഫദത്തിൻ്റെ മലായിക്കത്തുകളുണ്ട്, റഹ്മത്തിൻ്റെ മലായിക്കത്തുകളുണ്ട്. അതുകൊണ്ട് അവർക്കൊക്കെ ഉപദ്രവം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പുകവലി, ദുർഗന്ധം, തമ്പാക്ക്, പുകയില തിന്നുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു വിശ്വാസി സൂക്ഷ്മതയോടെ വിട്ടുനിൽക്കേണ്ട കാര്യങ്ങളാണ്. മലായിക്കത്തുകളിലെ വിശ്വാസം നമ്മൾക്ക് ഒരുപാട് സൽഫലങ്ങൾ നൽകുന്നുണ്ട്. ഒന്നാമതായി അള്ളാഹുവിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് മലായിക്കത്തുകളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. 600ഉം 700ഉം ഒക്കെ ചിറകുകളുള്ള ഭൂമിയിലെ ഒരു പ്രദേശം മുഴുവൻ ഒരു ചിറക് കൊണ്ട് കുത്തിയെടുത്ത് വാനലോകത്തേക്ക് ഉയർത്താൻ കഴിവുള്ള ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അതേപോലെ ഒരു ഊത്തുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ നശിപ്പിക്കാൻ കഴിവുള്ള ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങിയവരൊക്കെ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ മഹത്വത്തെ സംബന്ധിച്ചും ഔന്നത്യത്തെ സംബന്ധിച്ചുമൊക്കെ നമുക്ക് ബോധ്യപ്പെടുക. അതേപോലെ തന്നെ മലായിക്കത്തുകളുടെ സൃഷ്ടിപ്പ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവരുടെ ദൗത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിന് നമുക്ക് ശുക്ർ ചെയ്യാൻ സാധിക്കും. മലായിക്കത്തുകൾ മനുഷ്യന്മാരെ സംരക്ഷിക്കുന്നവരാണ്, പ്രവാചകന്മാർക്ക് സ്ഥൈര്യം നൽകുന്നവരാണ്. യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്തി ബിൽ ഹയാത്തി ദുനിയ, ജീവിതകാലത്തും ഖബറിലും അതിനുശേഷവും വിശ്വാസികൾക്ക് സ്ഥൈര്യം നൽകുന്നവരാണ് മലായിക്കത്തുകൾ എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. മലായിക്കത്തുകളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി മലക്കുകളോട് നേരിട്ട് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവോ നമ്മോട് കൽപ്പിച്ചിട്ടില്ല. ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു ചലിപ്പിക്കുന്നത് മലായിക്കത്തുകളിലൂടെയാണ് എന്ന കാര്യം ഖുർആനിൽ വ്യക്തമാക്കിയതാണ്. വൽ മുദബ്ബിറാത്തി അംറ, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ കാര്യങ്ങളും ചലിപ്പിക്കുന്ന മലക്കുകൾ. പക്ഷേ അവരോട് നേരിട്ട് പറയാൻ നമ്മൾക്ക് അനുവാദം നൽകുകയോ നമ്മളോട് പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് അവരുടെ സിട്ടാവായ റബ്ബിനോട് അപേക്ഷിക്കുവാനും പ്രാർത്ഥിക്കുവാനുമാണ് വിശുദ്ധ ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നത്. അതേപോലെ മലക്കുകളെ സ്നേഹിക്കുക എന്നത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, മൻ കാന അദുവ്വൻ ലില്ലാഹി വ മലായികതിഹി വ ജിബ്രീല വ മീകാല ഫഇന്നല്ലാഹ അദുവ്വുൻ ലിൽ കാഫിരീൻ. അള്ളാഹുവിനോടും അവൻ്റെ മലായിക്കത്തുകളോടും ജിബ്രീലിനോടും മീകായിലിനോടുമൊക്കെ ആരെങ്കിലും ശത്രുത പുലർത്തിയാൽ ഫഇന്നല്ലാഹ അദുവ്വുൻ ലിൽ കാഫിരീൻ, സത്യനിഷേധികളായ ആളുകളോട് അള്ളാഹു ഇതാ ശത്രുത പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന ഖുർആനിലെ വചനത്തിൽ നിന്ന് മലക്കുകളെ സ്നേഹിക്കുകയും അവരെ ഇഷ്ടപ്പെടുകയും ചെയ്യണമെന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈമാൻ കാര്യങ്ങളിൽ മൂന്നാമത്തേത് വനുഅ്മിനു ബിൽ മലായികത്തി വൻ നബിയീൻ, പ്രവാചകന്മാരിലുള്ള വിശ്വാസം. ക്രമത്തിൽ യഥാർത്ഥത്തിൽ പറയേണ്ടത് വനുഅ്മിനു ബിൽ കുതുബി, പ്രവാചകന്മാരിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ചാണ്. അത് ഇമാം അബൂ ജഅഫർ തഹാവി പിന്നീടാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. എന്താണ് പ്രവാചകന്മാരിലുള്ള വിശ്വാസം? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തിൻ്റെ സന്മാർഗത്തിനു വേണ്ടി കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരെല്ലാവരും തങ്ങളുടെ സമൂഹങ്ങളെ അള്ളാഹുവിനുള്ള ഇബാദത്തിലേക്കും തൗഹീദിലേക്കും ക്ഷണിച്ചവരായിരുന്നു. അവർക്കൊന്നും റുബൂബിയ്യത്തിൻ്റെയോ ഉലൂഹിയത്തിൻ്റെയോ യാതൊരു അംശവും ഉണ്ടായിരുന്നില്ല എന്ന ഉറച്ച വിശ്വാസം. അവരെല്ലാവരും മാതൃകാ പുരുഷന്മാരും അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത പ്രവാചകന്മാരായിരുന്നു, സത്യവാന്മാരായിരുന്നു എന്ന വിശ്വാസം. പ്രവാചകന്മാരുടെ വിശ്വാസം ശരിയാവണമെങ്കിൽ ഒന്നാമതായി അവർ അള്ളാഹുവിൽ നിന്നുള്ള ദൂതന്മാരായിരുന്നു, സത്യവാന്മാരായിരുന്നു എന്ന് വിശ്വസിക്കണം. അവരിൽ ഏതെങ്കിലും ഒരു പ്രവാചകൻ കള്ളപ്രവാചകനായിരുന്നു എന്ന് ആരെങ്കിലും ആരോപിച്ചാൽ അവൻ മുഴുവൻ പ്രവാചകന്മാരെയും നിഷേധിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തതിന് തുല്യമാണ്. അള്ളാഹു പറയുകയുണ്ടായി, കദ്ദബത്ത് ഖൗമു നൂഹിൽ മുർസലീൻ, നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനത പ്രവാചകന്മാരെ മുഴുവൻ നിഷേധിക്കുകയുണ്ടായി എന്നാണ് പറയുന്നത്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന് മുമ്പ് മറ്റു മുർസലീങ്ങളെ അള്ളാഹു നിയോഗിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ആ ഉമ്മത്ത് മുഴുവൻ പ്രവാചകന്മാരെ നിഷേധിച്ചു എന്ന് പറയുന്നത്? നൂഹ് നബി അലൈഹി ഇസ്ലാമിൽ നിഷേധിക്കുന്നത് മുഴുവൻ മുർസലീങ്ങളെയും നിഷേധിക്കുന്നതിന് തുല്യമാണ്. ആ രൂപത്തിൽ വിശുദ്ധ ഖുർആനിൽ നിരവധി ആയത്തുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മുഴുവൻ പ്രവാചകന്മാരെയും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക. രണ്ടാമത്തേത്, അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെയോ അവരുടെ പേരായി പറഞ്ഞിട്ടുള്ള മുഴുവൻ പേരിലും വിശ്വസിക്കുക. മുഹമ്മദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേര് നമുക്കറിയാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി, ഈസാ നബി, നൂഹ് നബി തുടങ്ങി 25ഓളം പ്രവാചകന്മാരുടെ പേര് വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. അവരുടെ പേരിൽ മുഴുവൻ വിശ്വസിക്കുക. അവരുടെ കൂട്ടത്തിൽ 5 പേര് ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരാണ്. മുഹമ്മദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബി, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇവരെല്ലാം പ്രവാചകന്മാരിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരായിരുന്നു എന്നത് പ്രത്യേകം തന്നെ വിശ്വസിക്കുക. അതേപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട് ശരിയായി വന്നിട്ടുള്ള മുഴുവൻ ചരിത്രങ്ങളിലും മുഅ്ജിസത്തുകളിലും വിശ്വസിക്കുക. നാലാമത്തേത്, അവരിൽ നിന്ന്
നമ്മളിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ പ്രത്യേകം വിശ്വസിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തോടുകൂടി പ്രവാചകത്വത്തിന് പരിസമാപ്തി കുറിക്കുകയുണ്ടായി. ഒരു പ്രവാചകനോ ഒരു മുർസലോ ഒരു നബിയോ നിയോഗിക്കപ്പെടുകയോ വരികയോ ചെയ്യുകയില്ല. പ്രവാചകന്മാരെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും അവരെ സംബന്ധിച്ച് വിശ്വസിക്കുകയും ചെയ്യുക വഴി ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന സൽഫലങ്ങളിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഉറപ്പ്. മനുഷ്യന്മാരുടെ സന്മാർഗത്തിനു വേണ്ടി ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാരെ നിയോഗിക്കുക എന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ അടയാളമാണ്. അതേപോലെ അതിൻ്റെ പേരിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. മനുഷ്യന്മാരിൽ നിന്ന് തന്നെ മനുഷ്യന്മാരിലേക്കുള്ള ദൂതന്മാരെ നിയോഗിച്ച് അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ സാധിക്കും. അതേപോലെ പ്രവാചകന്മാരിൽ മുഴുവൻ വിശ്വസിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് നമ്മളിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഖാത്തമുൽ അംബിയായി ഉൽ മുർസലീൻ നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള വിശ്വാസം. അതുകൂടാതെ ഒരാൾക്കും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. പ്രവാചകന്മാരും അമ്പിയാക്കളും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. നബി എന്ന് പറയുന്നത് അള്ളാഹു വഹി നൽകിയ മുഴുവൻ ആളുകളെയും നബിയാണ് എന്ന് പറയാം. മുർസലീങ്ങൾ എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ പറയുന്നത് പ്രത്യേകം ശരീഅത്ത് നൽകിയ പ്രവാചകന്മാരാണ് മുർസലീങ്ങൾ. മുൻപ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ശരീഅത്ത് അനുസരിച്ച് പ്രബോധനം ചെയ്യുന്നവരാണ് നബിമാർ എന്നാണ് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അതിനേറെ കൂടുതൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മുർസലീങ്ങൾ എന്ന് പറഞ്ഞാൽ അവിശ്വാസികളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനുള്ള ദൗത്യം കൂടി ഏൽപ്പിക്കപ്പെട്ട പ്രവാചകന്മാരാണ്. നബിമാർ അള്ളാഹുവിൻ്റെ വഹി നൽകിയ മുഴുവൻ പ്രവാചകന്മാരും നബിമാരാണ്. ആ വഹീനോടൊപ്പം അവിശ്വാസികൾക്ക് കൂടി ദഅവത്ത് നടത്താൻ കൽപ്പിക്കപ്പെട്ടവരാണ് മുർസലീങ്ങൾ എന്നതാണ് ഏറ്റവും സൂക്ഷ്മമായ വിശദീകരണമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ആ പ്രവാചകന്മാരെല്ലാം മനുഷ്യന്മാരായിരുന്നു. അവർക്കൊന്നും ദിവ്യത്വത്തിൻ്റെയോ റുബൂബിയ്യത്തിൻ്റെയോ ഉലൂഹിയത്തിൻ്റെയോ യാതൊരു അംശവും ഉണ്ടായിരുന്നില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും വേണം. നാലാമത്തേത് വൽ കുത്തുബിൽ മുനസ്സലത്തി അലൽ മുർസലീൻ, പ്രവാചകന്മാർക്ക് അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം. അള്ളാഹു ഓരോ കാലഘട്ടത്തിലും നിയോഗിച്ച പ്രവാചകന്മാരിൽ ചിലർക്ക് അള്ളാഹു പ്രത്യേകം ശരീഅത്ത് ഉൾക്കൊള്ളുന്ന വേദഗ്രന്ഥങ്ങൾ കിതാബുകൾ അവതരിപ്പിച്ചിരുന്നു എന്ന് വിശ്വസിക്കുക. ആ ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം പരിപൂർണമായി തീരണമെങ്കിൽ 4 കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമതായി അള്ളാഹു ഹക്കായും അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളായിരുന്നു അതെല്ലാം. രണ്ടാമത്തേത് അവയിൽ നിന്ന് അള്ളാഹു നമ്മൾക്ക് അറിയിച്ചു തന്ന പേരുകളിൽ വിശ്വസിക്കുക. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയതാണ്. തൗറാത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിന് നൽകിയതാണ്. ഇഞ്ചീൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതരിപ്പിച്ചതാണ്. സബൂർ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയതാണ്. അതേപോലെ വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ പരാമർശമില്ലാത്ത മറ്റ് 100 കണക്കിന് ഏടുകളിലും ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുക എന്നത് നിർബന്ധമാണ്. മൊത്തത്തിൽ വിശ്വസിക്കുക. പേരുകൾ പ്രത്യേകം പരാമർശിച്ചവയെ സംബന്ധിച്ച് പ്രത്യേകമായും മൊത്തത്തിൽ പരാമർശിച്ചവയെ സംബന്ധിച്ച് അള്ളാഹുവിൽ നിന്നിറക്കിയ മുഴുവൻ ഗ്രന്ഥങ്ങളിലും നാം വിശ്വസിച്ചിരിക്കുന്നു എന്ന വിശ്വാസവും നമ്മൾക്കുണ്ടായിരിക്കണം. അതേപോലെ ആ ഗ്രന്ഥങ്ങളിൽ അള്ളാഹു വിശദീകരിച്ചിട്ടുള്ള മുഴുവൻ ചരിത്രങ്ങളിലും സംഭവങ്ങളിലും വിശ്വസിക്കുക. നാലാമത്തേത് അവയിൽ അള്ളാഹു വിവരിച്ചിട്ടുള്ള വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കുക. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തോടുകൂടി ബാക്കിയുള്ള മുഴുവൻ ഗ്രന്ഥങ്ങളെയും അള്ളാഹു ദുർബലപ്പെടുത്തുകയും വിശുദ്ധ ഖുർആനിനെ വേദഗ്രന്ഥങ്ങളുടെ അവസാന വാക്കായി നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. വഅൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനൽ കിതാബി വമുഹൈമിനൻ അലൈഹി, നിങ്ങളിലേക്ക് ഞാൻ വേദഗ്രന്ഥം അവതരിപ്പിച്ചത് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, അതിനു മുമ്പ് അവതരിപ്പിച്ച മുഴുവൻ ഗ്രന്ഥങ്ങളെയും സത്യപ്പെടുത്തിക്കൊണ്ടായിരുന്നു. വമുഹൈമിനൻ അലൈഹി, അവയിലൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അവസാന വാക്ക് എന്ന നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു പ്രവാചകന്മാരുടെ വേദഗ്രന്ഥങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തോടുകൂടി ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ നിന്ന് വല്ലതും ലഭിക്കുന്ന ആളുകൾ വിശുദ്ധ ഖുർആനിനും ഹദീസിനും യോജിച്ചതാണെങ്കിൽ അത് അംഗീകരിക്കുക. അതോടൊപ്പം അവയിൽ വിശുദ്ധ ഖുർആനിനും ഹദീസിനും വിരുദ്ധമായി പരാമർശിക്കപ്പെട്ടിരുന്ന കാര്യങ്ങൾ പിൽക്കാലത്ത് പുരോഹിതന്മാരും പണ്ഡിതന്മാരും കടത്തിക്കൂട്ടിയതാണെന്ന് വിശ്വസിക്കുക. ഖുർആനിനും ഹദീസിനും എതിരല്ലാത്ത ചരിത്ര സംഭവങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ലാത്തതിനാൽ അവയെ സംബന്ധിച്ചൊന്നും പറയാതിരിക്കുക എന്നതാണ് അതിനെ സംബന്ധിച്ചുള്ള ഓരോ വിശ്വാസിയുടെ നിലപാട്. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിന് ശേഷം ആ ഗ്രന്ഥങ്ങളുമായി അവയെ സൂക്ഷിച്ചു വെക്കുവാനോ അവ പ്രചരിപ്പിക്കുവാനോ ഒരു വിശ്വാസി ശ്രമിക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നമ്മെ പഠിപ്പിച്ച കാര്യവുമാണ്. വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം ശരിയായ ഒരു മുസ്ലിമിന് ലഭിച്ചു കഴിഞ്ഞാൽ അവനുണ്ടായിരിക്കേണ്ട സൽഗുണങ്ങളിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ചുള്ള വിശ്വാസം. ഓരോ കാലഘട്ടത്തിലെയും ആളുകൾക്ക് യോജിക്കുന്ന തരത്തിലുള്ള ശരീഅത്തുകളാണ് അള്ളാഹു ആ വേദഗ്രന്ഥങ്ങളിലൂടെ അവതരിപ്പിച്ചിരുന്നത്. അള്ളാഹുവിൻ്റെ ഹിക്മത്തിനെ സംബന്ധിച്ച് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
അള്ളാഹുവിൻ്റെ സാബിക്കായ ഇൽമിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതുവഴി അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ നമ്മൾക്ക് പ്രചോദനമുണ്ടാകും. ഇതൊക്കെയാണ് വൽ ഈമാനു ബിൽ കുത്തുബിൽ മുനസ്സല അലിൽ മുർസലീൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതേപോലെ വനശ്ഹദു അന്നഹും കാനു അലൽ ഹക്കിൽ മുബീൻ, അതോടൊപ്പം അവരെല്ലാവരും അള്ളാഹു അവർക്ക് നൽകിയ വഹീൻ്റെ അടിസ്ഥാനത്തിൽ ഹക്കിൽ ഉറച്ചു നിന്ന പ്രവാചകന്മാരായിരുന്നു എന്ന വിശ്വാസം. പ്രവാചകന്മാരിൽ ഒരാളും തന്നെ അള്ളാഹുവിനെ നിഷേധിക്കുകയോ വൻപാപങ്ങൾ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. പ്രവാചകന്മാരുടെ പേരിൽ പിൽക്കാലത്ത് യഹൂദന്മാരും ക്രൈസ്തവരും പ്രചരിപ്പിക്കുന്ന ഒരുപാട് കഥകൾ അവർ തൗറാത്തും ഇഞ്ചീലുമാണ് എന്ന് പറഞ്ഞ് കെട്ടി എഴുതിക്കൊണ്ട് നടക്കുന്ന ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച്, ലൂത്ത് നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച്, ഹെസ്ഗേൽ പ്രവാചകനെ സംബന്ധിച്ചൊക്കെ സാധാരണ മനുഷ്യന്മാർ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് അവർ ആരോപിച്ചിട്ടുള്ളത്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും സുലൈമാൻ നബി അലൈഹി സ്വലാമും വിഗ്രഹാരാധകരായിരുന്നു എന്ന് തുടങ്ങിയ ഒരുപാട് ആരോപണങ്ങൾ ആ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതെല്ലാം അവരുടെ പേരിൽ ആരോപിക്കപ്പെട്ടതാണ്. മറിച്ച് വനശ്ഹദു അന്നഹും കാനു അലൽ ഹക്കിൽ മുബീൻ, അവരെല്ലാം വ്യക്തമായ സത്യത്തിലായിരുന്നു അടിയുറച്ച് വിശ്വസിക്കുകയും നിലകൊള്ളുകയും ചെയ്തിരുന്നത് എന്നതിന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു എന്നതാണ് പ്രവാചകന്മാരിലുള്ള വിശ്വാസം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അഞ്ചാമത്തേത് വൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലുള്ള വിശ്വാസം. അതിനെ സംബന്ധിച്ച് വഴിയെ പ്രത്യേകം തന്നെ ഗ്രന്ഥകാരൻ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾക്ക് പറയാം. ആറാമത്തേത് വൽ ഈമാനു ബിൽ ഖദർ, അതിനെ സംബന്ധിച്ച് മുൻപുള്ള ദർസുകളിൽ നമ്മൾ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ള ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസ ഘടകങ്ങൾ അള്ളാഹുവിലുള്ള വിശ്വാസം, മലായിക്കത്തുകളിലുള്ള വിശ്വാസം, കിതാബുകളിലുള്ള വിശ്വാസം, അമ്പിയാക്കളിലുള്ള വിശ്വാസം, അന്ത്യദിനത്തിലുള്ള വിശ്വാസം, ഖദാ ഖദറിലുള്ള വിശ്വാസം, അത് അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥ വിശ്വാസിയായി നിലകൊള്ളാൻ സാധിക്കുകയുള്ളൂ. ഇതിലെ ഏതെങ്കിലും ഒരു ഘടകം ആരെങ്കിലും നിഷേധിച്ചാൽ അത് മറ്റ് ഘടകങ്ങളുമായി ബന്ധപ്പെട്ടതിനാൽ തന്നെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും കാഫിറായി തീരുകയും ചെയ്യുമെന്നതാണ് പണ്ഡിതന്മാർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ശരിയായ രൂപത്തിൽ ഈമാനും ഇസ്ലാമും മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.